വേറെ കുറച്ച് ഫൈറ്റ് സീനൊക്കെ കുറച്ച് ഗുണം പിന്നെ കുറച്ച് നേരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് പടം ഒരു ബൂസ്റ്റപ്പ് ആയത് അനിരുദ്ധിൻ്റെ BGM എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് എന്തായാലും നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ രജനീകാന്തിൻ്റെ പഴയ സ്റ്റൈല് ബീഡി എത്തിക്കുന്ന ഭാഷ സിനിമയിലെ കുറച്ച് സീക്വൻസ് ഒക്കെ അതിലുണ്ട്. അതിൽ നമ്മളെന്നാലും പിടിച്ചെടുത്താൽ പക്ഷെ പഴയതുപോലെ ഒത്തില്ല. പിന്നെ നമ്മുടെ വിനായകനായിരുന്നുവെങ്കിൽ വിനായകനായി ഇപ്പോൾ ജയിലറിൽ എന്നാ സാറേ ആ ഡയലോഗ് വന്നിട്ട് சின்ன வயசுல எனக்கு ஒரு ஆசை இருக்கு. ஆசை എന്നാ பெரிய ஆசை ഒരു പൊരുൾ മേലെ അതാ ലൈഫോടെ ടാർഗറ്റ്. ഇങ്ങനെ പറയാൻ ഒരു ഡയലോഗ് പോലും ഇല്ല. പിന്നെ ലോകിയുടെ സ്ഥിരം പരിപാടിയാണ്. അതല്ലേ പറഞ്ഞ കഥ, തിരക്കഥ, സംഭാഷണം എല്ലാം ഉഷ മൂഞ്ഞികൃഷ്ണ അത്രേ പറയാൻ പറ്റത്തുള്ളൂ. അല്ല നമ്മളൊരു സിനിമേനെ നമ്മളെ കുറ്റം പറയുന്നതല്ല. എനിക്ക് പൊതുവെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ പറഞ്ഞു. പിന്നെ ഞാനൊരു 180 രൂപ ടിക്കറ്റ് എടുത്തു. അതിൽ 150 രൂപ എനിക്കൊരു ലാഭം കിട്ടിയെന്ന് പറയാൻ പറ്റത്തില്ല. One of the worst films of Lokesh Kanagaraj. Very disappointed. ഒത്തിരി എക്സ്പെക്ടേഷൻ ആയിട്ട് വന്നു കൂലി കാണാൻ. ബട്ട് വെരി ഡിസപ്പോയിന്റഡ് വിത്ത് കൂലി. സൗബിൻ ഇസ് അടിപൊളിയായിരുന്നു. സൗബിൻ ഇസ് ബെസ്റ്റ്. പിന്നെ രജനിയുടെ കുറേ ഗൂസ് മൊമെന്റ്സ് ഉണ്ട്. പഴയ രജനിയുടെ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. ബട്ട് ലോകേഷ് കനഗരാജ് വേഴ്സ്റ്റ് ഫിലിം. പക്ഷെ എന്നാലും ആ LCUവിൽ വന്നൊരു ഇമ്പാക്ട് പുള്ളിക്ക് രജനീകാന്തിനെ വെച്ച് ചെയ്തപ്പോൾ ഒരു രജനീകാന്ത് ഫാൻ ചെയ്ത മൂവിയും രജനീകാന്തിന്റെ ഫാൻ അല്ലാത്തവരും ചെയ്ത മൂവിയിൽ ആ ഒരു ഡിഫറൻസ് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് മാസ് എന്ന് പറയുന്ന ബാക്കി എല്ലാവർക്കും കൂടെ സ്പ്ലിറ്റ് ആയിട്ട് പോയി. അടിപൊളിയില്ലേ, നമ്മുടെ തല മാറ്റി പൊളിച്ചില്ലേ. അയാൾ 100 വയസ്സ് വരെ ജീവിക്കുക, അതാണ് നമ്മുടെ ആഗ്രഹം. എൻ്റെ പകുതി ആയുസിന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം 100 വയസ്സ് വരെ ജീവിക്കട്ടെ. ഇനി അദ്ദേഹം ആരോഗ്യത്തോടെ സിനിമകൾ അഭിനയിച്ചിട്ട് അല്ല അടിപൊളിയായിട്ട് അയാൾ ജീവിക്കട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നു. അടിപൊളി സിനിമ, ഒരു രക്ഷയില്ല. എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ, ഒരു രക്ഷയില്ലെന്ന്. സിനിമ എന്തോന്നു പറയാൻ വാക്കുകളില്ല, അത്രയേ ഉള്ളൂ. നല്ല ഫിലിമാണ്, കുടുംബത്തോടെ എല്ലാവർക്കും ഒന്ന് കാണാം. പിന്നെ ചില ആൾക്കാരൊക്കെ വന്ന് അറിയാമല്ലോ, നമ്മുടെ നാടല്ലേ, നല്ലവനും ഉണ്ട് അഴുക്ക ആൾക്കാരുണ്ട്. അതിൽ അഴുക്കാൻ ദോ പോയെന്ന് അറിയാം. നല്ല സിനിമയാണ്, എല്ലാവർക്കും ഒരു സംശയമില്ല. നല്ല സിനിമകൾ എല്ലാവരും കാണും. അടിപൊളിയാണ്. ഞാൻ രാവിലെ കടലിൽ പോയിട്ട് വന്നോളൂ. ഞാൻ 3 മണിക്കാണ് കടലിൽ നിന്ന്. ഞാൻ ഇന്നലെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വന്നതാണ്. സത്യം പറയാനില്ല, ആഹാരമൊന്നും കഴിച്ചില്ല. അന്ന് സിനിമ കണ്ട് 6 മണിക്ക് ഷോ ഉണ്ട്. ഹാപ്പിയാണ്. പിന്നെ പക്കാ ഫാനല്ലേ. തലവരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ കൊടുക്കുക. അല്ലെങ്കിൽ എൻ്റെ പകുതി വയസ്സ രജനി സാറിനോട് കൊടുക്കുകയാണ്. പുള്ളി 100 വയസ്സേ സിനിമ അഭിനയിച്ച് ജീവിക്കണം, ഒരു അസുഖമില്ലാതെ. അടിപൊളി. ഫസ്റ്റ് ഷോയെ കാണത്തുള്ളൂ. പിന്നെ ഇനി അടുത്ത പോയിട്ട് വൈഫും മക്കളായിട്ട് വന്ന് കാണും.